സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് ടി ഫാമിലി. ഷെഫിയുടെയും ഷെമിയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ സങ്കടത്തിലൂടെയാണ് ഷെഫിയും ഷെമിയും കടന്നു പോകുന്നത്. പ്രസവത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ദമ്പതിമാർ. ഇപ്പോഴിതാ നിലവിലെ തങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കിയാണ് ഷെഫി. യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഷെഫി മനസ്സ് തുറന്നത്. ഷെഫി വലിയ സങ്കടത്തിലാണ്, ഒറ്റയ്ക്കിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പ്രായം കൂടിയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പലരും പറയുന്നത് കേട്ട് ഷെമി കൂടുതൽ സങ്കടപ്പെടുകയാണെന്നും ഷെഫി പറയുന്നുണ്ട്. കുറേ പേർ മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും കോൾ ചെയ്തുമൊക്കെ ഷെഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞില്ലാതായ ഉമ്മയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാവുന്നതാണ്. എന്നാലും കുറേ പേർ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയ പ്രശ്നമുണ്ടെന്ന റിസൾട്ട് വന്നതു മുതൽ തന്നെ ഷെമി ഡൗൺ ആയിരുന്നു. ഷെമി എപ്പോഴും കരച്ചിലാണ്. കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ അവസ്ഥയും അതുതന്നെയാണ്, ഷെഫി പറയുന്നു. പക്ഷെ നമ്മൾ ഡൗൺ ആകാൻ പാടില്ലല്ലോ. സാഹചര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കേണ്ടത് നമ്മളാണല്ലോ. ഞാൻ ഷെമിയെ മാറ്റിയെടുക്കാൻ കുറേ ശ്രമിച്ചു. എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും 10 മിനിറ്റ് കഴിയുമ്പോൾ പഴയതുപോലെയാകും. വാതിലൊക്കെ അടച്ചിട്ടിരിക്കാൻ ഭയങ്കര പേടിയാണ്. ജനൽ വരെ തുറന്നിടും. അടച്ചിട്ട മുറിയിലിരിക്കാൻ പേടിയാണ്. ഓപ്പൺ സ്പേസിൽ നിൽക്കാനാണ് ഇഷ്ടം, രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും. അങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്നാണ് ഷെഫി പറയുന്നത്. എനിക്കും വിഷമമുണ്ട്, പക്ഷേ വിഷമിച്ചിരിക്കാൻ പറ്റില്ല. കുടുംബത്തെ നോക്കണം. ഇവരെ പോലെ കരഞ്ഞിരുന്നാൽ എവിടെയും എത്താൻ പറ്റില്ല. ചില ആളുകൾ വന്ന് പ്രായമുള്ളതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അല്ല എന്നും ആണ് എന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാകില്ലെന്ന് താരം പറയുന്നു. പ്രായമുള്ള ആളുകൾക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രായം ഒരു സാധ്യത മാത്രമാണ്. അതൊക്കെ പറഞ്ഞ് ഷെമിനെ സമാധാനിപ്പിക്കുകയാണ്. പ്രായമാണോ കാരണമെന്ന കുറ്റബോധം ഷെമിനെ തളർത്തുന്നുണ്ട്. ടോട്ടലി പ്രശ്നമായി നിൽക്കുന്ന ആളിലേക്ക് മറ്റുള്ളവർ പ്രശ്നങ്ങൾ കുത്തിവെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണെന്നും ഷെഫി പറയുന്നു. ചിലർ ഷെമിയുടെ അടുത്ത് വന്ന് പ്രായമുള്ളതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. അത് ആലോചിച്ച് ഷെമിയും സങ്കടപ്പെടും. ഞാൻ കാരണമാണോ ഇങ്ങനെ സംഭവിച്ചതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കരുതെന്ന് ഞാൻ പറയും. ആദ്യത്തെ പ്രസവത്തിൽ പോലും ഇങ്ങനെ സംഭവിച്ചവരുണ്ട്. ഷെമിനെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് ചിലർ സംസാരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുതെന്ന് ഞാൻ പറയും. ജീവിതം മുന്നോട്ട് പോകാൻ അത് പ്രശ്നമാകും. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്ന് പടച്ചവൻ നേരത്തെ എഴുതി വച്ചിട്ടുണ്ടാകും. അത് പ്രാർത്ഥിച്ചേ മാറ്റാൻ പറ്റൂ. പ്രഗ്നൻസിയുടെ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിട്ട് നിർത്തി മരുന്നുകളൊക്കെ കൊടുത്തിരുന്നു. ബാക്കി പടച്ചവൻ്റെ കയ്യിലാണ്. അതിനാൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വയം വിഷമിക്കരുതെന്ന് ഞാൻ ഷെമിനോട് പറഞ്ഞു. ഞാനിപ്പോൾ പുറത്തു പോകുന്നത് കുറവാണ്. ആരെങ്കിലുമൊക്കെ എപ്പോഴും ഷെമിൻ്റെ അടുത്തുണ്ടാകണം. അവൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ തീരെ പറ്റുന്നില്ല എന്നും ഷെഫി പറയുന്നു. ഷെമി ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ലെന്നും ഷെഫി പറയുന്നുണ്ട്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ചെറിയ കുട്ടി മരിച്ചാൽ അതിനർത്ഥം സ്വർഗത്തിൽ നമ്മുടെ കൈ പിടിക്കാൻ ആളായി എന്നാണ്. ഞാൻ ഷെമിനോട് പറയുന്നതും അതാണെന്നാണ് ഷെഫി പറയുന്നത്. ഐഷു ആശുപത്രിയിൽ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് മമ്മ ബേബി എവിടെയെന്നാണ്. അത് കേട്ടതും ഷെമി പൊട്ടിപ്പോയി. ബേബി സ്വർഗത്തിലേക്ക് പോയതെന്നാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹ് കൊടുക്കേണ്ട, എനിക്ക് ബേബിയെ വേണം എന്ന് ഐഷു പറഞ്ഞു. ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നതിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ. ഡ്രസ്സ് എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഐഷു പറഞ്ഞത് ബേബിക്ക് വൈറ്റ് മതിയെന്നും എനിക്ക് പിങ്കും എന്നാണ്. അവസാനം ബേബിക്ക് വൈറ്റ് തന്നെയായി. വൈറ്റിലാണ് ബേബി പോയത് എന്നും ഷെഫി കൂട്ടിച്ചേർത്തു.